നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കുവൈറ്റിലാളിയ തീയുടെ പൊള്ളലേറ്റ് കേരളം. ഗുരുതരമായ ഏതോ ഒരു പിഴവിൻ്റെ വഴിയിൽ കത്തിയ തീയിലമർന്നത് 49 പ്രവാസി ജീവിതങ്ങളാണ്. അവരിൽ ഏറ്റവും ഒടുവിൽ തിരിച്ചറിഞ്ഞത് 23 മലയാളികളെ, 25 പേരെന്ന് അനൗദ്യോഗിക കണക്ക്. നാടിൻ്റെയും വീടിൻ്റെയും സ്വപ്നങ്ങളുമായി വിമാനം കയറിയവർ ഉടൻ തന്നെ വിമാനമിറങ്ങും. പ്രിയപ്പെട്ടവരെ സീ ഓഫ് ചെയ്ത് ഒറ്റയ്ക്ക് നടന്നു പോയവർ കൂട്ടത്തോടെ പെട്ടികളിൽ മടങ്ങിയെത്തുന്നു. ചേതനയറ്റ ശരീരങ്ങളായി, ചിറകൊടിഞ്ഞ കിനാക്കളുമായി. കുവൈറ്റിലെ മങ്കാഫിലെ NBTC ലേബർ ക്യാമ്പ് കെട്ടിടത്തിലുണ്ടായ ദുരന്തത്തിൻ്റെ നേർസാക്ഷ്യമാണ് ഈ പരിപാടി. തീ കെടുത്തിയ സ്വപ്നങ്ങൾ. നമുക്കിപ്പം മിനിസ്റ്റർ P. രാജീവ് ചേരുന്നു തത്സമയം. മിനിസ്റ്റർ, വെരി ഗുഡ് ഈവനിങ്. വളരെ ദുഃഖാർദ്രമായ ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്ക് പ്രകാരം 25 പേരുടെ സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. അതിൽ 23 പേർ സ്ഥിരീകരിച്ചു എന്നാണ് നോർക്ക ഭാരവാഹി അല്പസമയം മുമ്പ് പറഞ്ഞത്. എന്താണ് മിനിസ്റ്റർ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം? എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നമ്മളവിടെ നടത്തുന്നത്? മിനിസ്റ്റർ അവിടെ എത്തുമ്പോഴേക്കും മൃതദേഹങ്ങൾ വിമാനത്തിൽ ഇങ്ങോട്ട് അയക്കുമോ? അതല്ല, മിനിസ്റ്റർ കൂടി അവിടെ ചെന്നതിന് ശേഷമായിരിക്കുമോ വിമാനങ്ങൾ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് അയക്കുക? ഏതൊക്കെ തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത് മിനിസ്റ്റർ? ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ അങ്ങേയറ്റം ദുഃഖകരമായ ഒരു സംഭവമാണ്. ഇത്രയും വലിയ തോതിലുള്ള ജീവനാശം അവിടുത്തെ ഈ തീപിടുത്തത്തിൽ സംഭവിച്ചിരിക്കുന്നു. അതിൽ നല്ലൊരു പങ്കും മലയാളികളാണെന്നുള്ളത് നമ്മുടെ ദുഃഖത്തെ കുറെ കൂടി ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി യൂണിയൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിരുന്നു. ആവശ്യമായിട്ട് നടപടികൾ വേഗത്തിൽ തന്നെ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു. കേന്ദ്ര വിദേശ സഹമന്ത്രി തന്നെ അവിടെ എത്തിയെന്നുള്ളത് ആശ്വാസം നൽകുന്ന ഒരു നടപടിയാണ്. യൂണിയൻ ഗവൺമെൻറ്റുമായി ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് ആവശ്യമായ സഹായം നൽകുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തന്നെ മുഖ്യമന്ത്രിയും അതിൻ്റെ തുടർച്ചയിൽ ചീഫ് സെക്രട്ടറിയും ഈ മലയാളികളുടെ മൃതദേഹങ്ങൾ സാധാരണ ഡൽഹിയിൽ വന്നിട്ട് പലയിടങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നതിൽ വ്യത്യസ്തമായി കൊച്ചിയിലേക്ക് തന്നെ ഒന്നിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. അപ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ ഒന്നിച്ച് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ നേരിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിരുന്നോ സിഎമ്മിനും മിനിസ്റ്റർക്കുമെല്ലാം? ഞാൻ മനസ്സിലാക്കുന്നത് അവരിപ്പോൾ കുവൈറ്റിൽ തന്നെ ഭരണാധികാരി വിമാനം തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടുവെന്നും ഇന്ത്യയിൽ നിന്നും ഒരു വിമാനം പുറപ്പെടുന്നുവെന്നുമാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? അല്ല, ചീഫ് സെക്രട്ടറിയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. 2 അഭിപ്രായങ്ങൾ വന്നിരുന്നു. ഒന്ന്, നമ്മുടെ തന്നെ വിമാനം, പ്രത്യേകിച്ചും ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സാധാരണ വിമാനമാണെങ്കിൽ ഇതിന് പരിമിതി ഉണ്ടാകും കൊണ്ടുവരുന്നതിന്. എന്നാൽ നമ്മുടെ സൈന്യത്തിൻ്റെ വിമാനമാകുമ്പോൾ ബോഡി കൊണ്ടുവരുന്നതിന് മാത്രമുള്ള സൗകര്യങ്ങളുള്ള വിമാനങ്ങളുണ്ട്. ആ വിമാനം വഴി തന്നെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ കുവൈറ്റിൽ നിന്നും ഇപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ അവിടെ നിന്ന് അവരും ഒരു വിമാനം ഏർപ്പാട് ചെയ്യുന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ചീഫ് സെക്രട്ടറിയും നോർക്കയും എംബസിയുമായിട്ടും വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം ഏകോപനം നടത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. യൂണിയൻ ഗവൺമെൻറ്റുമായി ചേർന്ന് കഴിയാവുന്നത്ര വേഗത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. 15-ാം തീയതി മുതൽ പെരുന്നാൾ ആയതുകൊണ്ട് അവിടെ അവധിയായിരിക്കും. ബാക്കി അവിടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ചിലപ്പോൾ ഔദ്യോഗികമായ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി നാളെ തന്നെ എല്ലാ മൃതദേഹങ്ങളും നാട്ടിലേക്ക് എത്തിക്കുക, അതായിരിക്കില്ലേ ഇനിയിപ്പോൾ നമ്മളുടെ ലക്ഷ്യം? അതെ, അത് തന്നെയാണ് പ്രധാനമായിട്ടും. ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെയോ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുക എന്നാണ് കണ്ടിട്ടുള്ളത്. കുറച്ചുകൂടി സ്ഥിരീകരണം വരാനുണ്ട്. എന്തായാലും നാളെ തന്നെ കൊച്ചിയിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ അതാത് ഇടങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണവും സർക്കാർ ഒരുക്കുന്നുണ്ട്. നമ്മുടെ ചുമതലപ്പെടുത്തിയനുസരിച്ച് ആരോഗ്യ മന്ത്രിയും അതോടൊപ്പം തന്നെ ജീവൻ ബാബു IAS അങ്ങോട്ട് പുറപ്പെടുകയാണ്. അവർ അവിടെ ചെന്നതിന് ശേഷം യൂണിയൻ ഗവൺമെൻറ്റുമായും എംബസിയുമായി ചേർന്ന് അവരുടെ നിർദ്ദേശങ്ങൾ കൂടി അനുസരിച്ച് ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ മിനിസ്റ്റർ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കൂടിയാലോചനയിൽ പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്? കാരണം 25 പേർ 26 ആയേക്കാമെന്നാണ് ഏറ്റവും ഒടുവിൽ ചില കണക്കുകൾ പറയുന്നത്. മലയാളിയുടെ നേതൃത്വത്തിലുള്ള കമ്പനിയിലെ ജീവനക്കാരാണ്. അതുകൊണ്ട് തന്നെ പരിക്കേറ്റവരിൽ കൂടുതലും മലയാളികളാണ്. അപ്പോൾ അവർക്കൊക്കെ നമ്മളൊരു പിന്തുണ നൽകേണ്ടതുണ്ട്. രാവിലത്തെ കൂടിയാലോചനയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയായതും എന്തൊക്കെ കാര്യങ്ങളാണ് തീരുമാനിച്ചതും മിനിസ്റ്റർ?
അതെ, നമുക്ക് ഒരു ഇത്തരത്തിലുള്ള അനുഭവം, വിദേശത്ത് വെച്ച് ഇത്രയും ആളുകൾ ഒരു തീപിടുത്തത്തിൽ മരണപ്പെടുന്നു, അത് മലയാളിയുടെ ഒരു സ്ഥാപനത്തിൽ എന്നുള്ളത് വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് പ്രത്യേകം തന്നെ ഇന്ന് മുഖ്യമന്ത്രി ഇന്നലെ യൂണിയൻ ഗവൺമെൻറ്റുമായി ഇടപെട്ടതിൻ്റെ തുടർച്ചയിൽ രാവിലെ തന്നെ പ്രത്യേക ക്യാബിനറ്റ് യോഗം ചേരുകയുണ്ടായി. ആ യോഗത്തിലാണ് നേരത്തെ പറഞ്ഞ തീരുമാനങ്ങൾ എടുത്തത്. ഇത് കൂടാതെ മരണപ്പെട്ട അവരുടെ കുടുംബങ്ങൾക്ക് എന്ത് നഷ്ടപരിഹാരം നമ്മൾ നൽകിയാലും പകരമാകില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതീക്ഷകളുമായിട്ട് അങ്ങോട്ട് പോയവരാണ് ഇപ്പോൾ ചേവനയേറ്റ ശരീരങ്ങളുമായി തിരിച്ചു വരുന്നത്. എന്നാൽ അവരുടെ കുടുംബങ്ങൾക്ക് തൽക്കാലം ഒരു ആശ്വാസം എന്ന നിലയിൽ 5 ലക്ഷം രൂപ സർക്കാർ അനുവദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പരിക്ക് പറ്റിയവർക്ക് 1 ലക്ഷം രൂപയും ഇപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി അനുവദിക്കുന്നുണ്ട്. ഈ തീപിടുത്തത്തിൽ പരിക്ക് പറ്റുന്നവരുടെ പരിക്കിൻ്റെ അളവ്, എത്രമാത്രം പൊള്ളലേറ്റു എന്നതിൻ്റെ അടിസ്ഥാനത്തിലും പ്രായം, ഇങ്ങനെ പല ഘടകങ്ങളുമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അപകട സാധ്യത എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ അവിടെ തന്നെ ലഭ്യമാകും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്ന് മാത്രമല്ല, ചിലപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും അത്ര എളുപ്പമായിരിക്കുകയില്ല. എന്തായാലും നമ്മുടെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ ഭരണ സംവിധാനവും നമ്മുടെ എംബസിയും വിദേശകാര്യ മന്ത്രാലയവുമായി ചേർന്ന് എന്തെല്ലാം തരത്തിൽ ആധുനികമായ ചികിത്സാ സൗകര്യങ്ങൾ ഇവർക്ക് നൽകാൻ കഴിയുമോ അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണം എന്ന് തന്നെയാണ് സർക്കാർ കണ്ടിട്ടുള്ളത്. അതാണ് ഇന്ന് മന്ത്രിസഭാ യോഗവും തീരുമാനിച്ചിട്ടുള്ളത്. മിനിസ്റ്റർ, ഈ മരണമടഞ്ഞവരുടെ വീടുകളിലേക്ക് ഔദ്യോഗിക പ്രതിനിധികൾ പോവുകയോ അവരെ ബന്ധപ്പെടുകയോ ഒക്കെ ചെയ്തിരുന്നോ മിനിസ്റ്റർ? കാരണം ഇന്ന് രാവിലെ നമ്മൾ പല വീടുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് കമ്പനിയിൽ നിന്ന്, രാവിലെയാണ്, കമ്പനിയിൽ നിന്നുള്ള പ്രതികരണമോ അതല്ലെങ്കിൽ എംബസിയിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതികരണങ്ങളോ ഒന്നും വന്നിരുന്നില്ല എന്നാണ് അറിയിച്ചത്. പക്ഷേ അതിനുശേഷം NBTCയിലെ കമ്പനി ഭാരവാഹികൾ തന്നെ അവരെ ബന്ധപ്പെട്ടു എന്നാണ് അറിയുന്നത്. 8 ലക്ഷം രൂപ വീതം ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ അവരുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നോ? അതിപ്പോൾ നമുക്ക് സ്ഥിരീകരണം ലഭിച്ചതനുസരിച്ചാണ്. ഇപ്പോൾ മന്ത്രിമാർ തന്നെ കഴിയാവുന്നിടത്തോളം വീടുകളിലേക്ക് പോകുന്നുണ്ട്, മറ്റു രൂപത്തിൽ അറിയിപ്പ് നൽകാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചതിന് ശേഷമാണ് അത്രയും കാര്യങ്ങൾ ജില്ലാ ഭരണ സംവിധാനം വഴി അതാത് വീടുകളിലേക്ക് എത്തിക്കുമ്പോൾ എല്ലാ ജില്ലാ കളക്ടർമാരും ഇത്തരം കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ യൂണിയൻ ഗവൺമെൻറ്റും എംബസിയും ചേർന്ന് നിന്ന് സർക്കാർ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില NRI ബിസിനസ്മാൻമാർ ചില സഹായം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കമ്പനിയും ഇപ്പോൾ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെല്ലാം സ്വാഗതാർഹമായ കാര്യമാണ്. നഷ്ടം നികത്താൻ കഴിയുന്നതല്ലെങ്കിൽ പോലും വലിയ പ്രതീക്ഷകളുമായ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകാൻ അത്തരത്തിലുള്ള നടപടികൾ ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു മിനിസ്റ്റർ. നമുക്കൊപ്പം ചേർന്നതിന് മിനിസ്റ്ററാണ് ഇപ്പോൾ കേരളത്തിൻ്റെ സർക്കാർ എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചത്. മിനിസ്റ്റർ വീണ ജോർജ്, ആരോഗ്യവകുപ്പ് മന്ത്രി, അല്പസമയത്തിനുള്ളിൽ കുവൈറ്റിലെത്തും. അവിടെ എത്തിയതിനു ശേഷം എംബസിയുമായും കേന്ദ്ര സർക്കാരുമായും കുവൈറ്റിലെ അധികാരികളുമായും ചേർന്ന് കാര്യങ്ങൾ ഏകോപിപ്പിക്കും എന്നാണ് ഇപ്പോൾ മിനിസ്റ്റർ പി രാജീവ് അറിയിച്ചിരിക്കുന്നത്. കുവൈറ്റിലെ മംഗഫിലുണ്ടായ ദുരന്തത്തിൽ 49 പേരാണ് മരിച്ചത്. ഏറ്റവും ഒടുവിൽ നമുക്ക് വിവരം ലഭിക്കുമ്പോൾ ജീവൻ നഷ്ടമായ 46 ഇന്ത്യക്കാരിൽ 26 പേർ മലയാളികളാണ്. 23 പേരെ ഇതിനകം തിരിച്ചറിഞ്ഞു. തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ ഭൂരിഭാഗവും താമസിച്ചിരുന്നത് മലയാളികളാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കുവൈറ്റ് അമീറും പ്രവാസി വ്യവസായികളും ധനസഹായം പ്രഖ്യാപിച്ചു. തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമലംഘനങ്ങൾക്കെതിരെ കുവൈറ്റ് ഭരണകൂടം കർശന നടപടികളും തുടങ്ങി. ഒരു റിപ്പോർട്ട്. തീപിടുത്തത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന മലയാളികളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ ഭൂരിഭാഗവും താമസിച്ചിരുന്നത് മലയാളികളാണ്. അപകടത്തിൽ മരിച്ച മറ്റുള്ളവരെ ഇനിയും തിരിച്ചറിയാനുണ്ട്. ഫോറൻസിക് പരിശോധനകൾ തുടരുകയാണ്. ഇനിയും തിരിച്ചറിയുന്നവരിൽ മലയാളികൾ ഉൾപ്പെടുമോ എന്നതും ആശങ്കയേറ്റുന്നു. മലയാളികളുടെ മൃതദേഹങ്ങൾ ഒരുമിച്ച് കൊച്ചിയിലെത്തിക്കുമെന്നാണ് നോർക്ക അധികൃതർ നൽകുന്ന വിവരം. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കേന്ദ്ര പ്രവാസികാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തീപിടുത്തത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ച ശേഷം കുവൈറ്റ് ഭരണകൂടവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സ്ഥിതിഗതികൾ മന്ത്രി വിലയിരുത്തി. നാളെ മുതൽ പെരുന്നാൾ അവധി ആരംഭിക്കുന്നതിനാൽ മൃതദേഹം വിട്ടു നൽകാനുള്ള നടപടിക്രമങ്ങൾ ഇന്ന് തന്നെ പൂർത്തിയാക്കാനാണ് ശ്രമം. നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് അനുസരിച്ച് മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനങ്ങൾ സജ്ജമായി കഴിഞ്ഞു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പ്രവാസി വ്യവസായികളും ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകും. സംസ്ഥാന സർക്കാർ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതവുമാണ് നൽകുക. NBTC കമ്പനി മരിച്ച തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. കൂടാതെ ആശ്രിതർക്ക് ജോലിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകുമെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കി.
പ്രവാസി വ്യവസായികളായ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി 5 ലക്ഷം രൂപ വീതവും RP ഗ്രൂപ്പ് ചെയർമാൻ രവി പിള്ള 2 ലക്ഷം രൂപ വീതവും നോർക്ക വഴി മരിച്ചവരുടെ ബന്ധുക്കൾക്ക് കൈമാറും. കുവൈറ്റ് അമീറും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ വിമാനങ്ങൾ സജ്ജമാക്കാനും അമീർ നിർദ്ദേശം നൽകി. തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമലംഘനങ്ങൾക്കെതിരെ കുവൈറ്റ് ഭരണകൂടം കർശന നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ലേബർ ക്യാമ്പുകളിലും തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിലും പരിശോധന ഊർജിതമാക്കി. കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥരും മുനിസിപ്പാലിറ്റി അധികൃതരും സംയുക്തമായാണ് പരിശോധനകൾ നടത്തുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി. ചെറിയ മുറികൾ തട്ടുകളായി തിരിച്ച് തൊഴിലാളികളെ താമസിപ്പിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കെട്ടിട ഉടമകൾക്കും അധികൃതർ പിഴ ചുമത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ എല്ലാം ഉള്ളുലച്ച് ഞെട്ടിക്കുന്ന ആ വാർത്ത എത്തിയത് ഇന്നലെ രാവിലെ 4:05 കൂടിയാണ്. യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നത് തെക്കൻ കുവൈറ്റിലെ മൻഗഫ് ബ്ലോക്ക് 4-ലാണ്. ഈ മൻഗഫ് ബ്ലോക്കിൻ്റെ പ്രത്യേകത പ്രേക്ഷകർക്ക് ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ NTBCയുടേതടക്കം ധാരാളം ലേബർ ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അവരിൽ കൂടുതലും മലയാളികളുമാണ്. മലയാളികൾ കൂട്ടത്തോടെ ബാച്ചിലർ അക്കോമഡേഷനായി ലേബർ ക്യാമ്പിലെത്തുന്ന സ്ഥലമാണ് ഈ മൻഗഫ് ബ്ലോക്ക് 4. ഈ മൻഗഫ് ബ്ലോക്ക് 4-ലാണ് NBTCയുടെ മലയാളിയായി KG ഇബ്രാഹിമിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന 20,000-ത്തിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന NBTC കമ്പനിയിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പ്. ആ ലേബർ ക്യാമ്പ് നിലകൊള്ളുന്ന കെട്ടിടം 6 നില കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ ഉടമ ഒരു കുവൈത്തി സ്വദേശിയുമാണ്. അപ്പോൾ ആ കുവൈത്തി സ്വദേശിക്കെതിരെയാണ് ഇപ്പോൾ കേസ് വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ ഒരു ഈജിപ്ഷ്യൻ പൗരനായ സുരക്ഷാ ജീവനക്കാരനും ഉണ്ടായിരുന്നു. കെട്ടിടത്തിലാകെ 196 പേരാണ് താമസിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്, സുരക്ഷാ ജീവനക്കാരനടക്കം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാച്ചിലർ അക്കോമഡേഷൻ ആയതുകൊണ്ട് മറ്റുള്ളവർക്കാർക്കും അവിടെ പ്രവേശനമില്ല. ഒരു അപ്പാർട്ട്മെൻറ്റിൽ 3 പേർ എന്ന തരത്തിൽ ക്യൂബിക്കിളുകളായിട്ടാണ് ആ മുറി സജ്ജീകരിച്ചിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആ മുറിയിലുണ്ടായിരുന്ന ഈ താൽക്കാലികമായി ഭിത്തി നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വസ്തു തന്നെ തീപിടിക്കുന്നതായിരുന്നു എന്ന് തന്നെയാണ് കുവൈറ്റിലെ അഗ്നിശമന സേനാ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കണം. ഈ താഴെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മുറിയിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് ആദ്യഘട്ടത്തിലെ നിഗമനം. ഈ കുവൈറ്റിലെ അഗ്നിശമന സേനാ വിഭാഗവും നമുക്ക് നൽകുന്ന വിവരം അതാണ്. അവിടെ ഈ കെട്ടിടത്തിൽ പൊതുവെ പാചക സംവിധാനങ്ങളൊന്നും തന്നെ ഒരുക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ താമസിക്കുന്ന തൊഴിലാളികൾക്ക് ഭക്ഷണം കൊണ്ടുവരുന്നത് എവിടെ നിന്നാണെന്ന് പ്രേക്ഷകർക്ക് സംശയമുണ്ടാകും. അത് ഈ NBTC കമ്പനിയുടെ സെൻട്രൽ കിച്ചണിൽ തയ്യാറാക്കിയ ഭക്ഷണമാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ആ ഭക്ഷണമാണ് ഇവർ കഴിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായുമുള്ള ചോദ്യം, പിന്നീട് എന്തിനാണ് ഈ LPG ഗ്യാസ് സിലിണ്ടറുകൾ അവിടെ സൂക്ഷിച്ചിരുന്നത്? ഒന്നല്ല, 24-ലധികം LPG ഗ്യാസ് സിലിണ്ടറുകൾ അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് കുവൈറ്റിലെ അഗ്നിശമന സേനാ വിഭാഗത്തിൻ്റെ കണ്ടെത്തൽ. അതിൽ ഒരു സിലിണ്ടർ ഈ ഈജിപ്ഷ്യൻ പൗരനായ ഈ സുരക്ഷാ ജീവനക്കാരൻ്റെ ക്യാബിനിൽ രാവിലെ 4:05 ആകുമ്പോഴേക്കും പൊട്ടിത്തെറിക്കുന്നു. അതാണ് ആദ്യത്തെ സംഭവം. 4:05 ആകുന്നതോടുകൂടി ഈ രാത്രി ഷിഫ്റ്റ് വന്നു കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നവരും പുലർച്ചെ ഷിഫ്റ്റിന് പോകേണ്ടവർ അതിനുള്ള തയ്യാറെടുപ്പും നടക്കുന്നതിനിടയിലാണ് താഴത്തെ ഗ്രൗണ്ടിൽ 4:05 LPG സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നത്. അതോടുകൂടി കെട്ടിടത്തിൻ്റെ താഴത്തെ 2 നിലകളും പൂർണ്ണമായും പുകയിലാവുന്നു. 2 നിലകളിലേക്കും തീ ആളിപ്പടരുന്നു. ലിഫ്റ്റില്ലാത്ത ഈ കെട്ടിടത്തിൻ്റെ ഈ സ്റ്റെയർ കേസ് വഴി ഈ കട്ടിയുള്ള കറുത്ത പുക പടർന്നു പിടിക്കുന്നു. മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പോലും കഴിയാതെ, പരസ്പരം കാണാൻ പോലും കഴിയാതെ ശ്വാസം മുട്ടി താമസക്കാർ പിടഞ്ഞു വീഴുന്നതാണ് പിന്നീട് കണ്ടത് എന്നാണ് കൂടെയുള്ളവർ പറയുന്നത്. ഇനി എന്താണ് യഥാർത്ഥത്തിൽ കെട്ടിടത്തിൽ സംഭവിച്ചത് എന്നുകൂടി നമുക്ക് വേഗം ഒന്ന് പരിശോധിക്കാം. 6 നിലയുള്ള കെട്ടിടത്തിൽ എന്താണ് സംഭവിച്ചത് ഉള്ളിൽ? തെക്കൻ കുവൈറ്റിലെ മങ്കാഫിലെ നോർത്ത് ബ്ലോക്കിലുള്ള 6 നില കെട്ടിടത്തിൻ്റെ 2ാമത്തെ നിലയിൽ പ്രതീകാത്മകമായി നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന ഗ്രാഫിക്സിൻ്റെ ഡിസൈൻ വഴി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിൻ്റെ ഒരു പ്രതീകാത്മക ചിത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് 2ാം നിലയാണ്. ഈ 1ഉം 2ഉം നിലകളിൽ തീ ആളിപ്പടരുമ്പോൾ ആ 1ഉം 2ഉം നിലകളിലേക്ക് കട്ടിയുള്ള കറുത്ത പുകച്ചുരുളുകൾ വരുന്നു. അവിടെ പുറത്തേക്ക് പോകാൻ കഴിയാതെ ആളുകൾ ബുദ്ധിമുട്ടുന്നു. ശ്വാസം മുട്ടി താമസക്കാർ തലങ്ങും വിലങ്ങും ഓടുന്നു.
ലിഫ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ലിഫ്റ്റ് വഴി പോകാൻ കഴിയാത്തത് കൊണ്ട് സ്റ്റെയർ കേസ് ഇറങ്ങി അതിവേഗം കിട്ടിയ വാതിൽ വഴി അവർ പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുന്നു. 1ഉം 2ഉം നിലകളിലുള്ളവരാണ് രക്ഷപ്പെട്ടവരിലേറെയും എന്നാണ് അഗ്നിശമന സേനാ വിഭാഗക്കാർ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ 2ാം നിലയ്ക്കും മുകളിലുള്ള 3ഉം 4ഉം 5ഉം 6ഉം നിലകളിലുള്ളവർക്ക് വളരെ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുമ്പോൾ മുറിയാകെ പടർന്നിരിക്കുന്ന വിഷപ്പുക കാണുന്നു. ആ വിഷപ്പുകയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ 3ഉം 4ഉം 5ഉം നിലകളിലുണ്ടായിരുന്നവർ സ്റ്റെയർ കേസ് ഉപയോഗിക്കാതെ പലരും ബാൽക്കണി വഴി ചാടാൻ ശ്രമിക്കുന്നു. ചിലർ ബെഡ്ഷീറ്റുകൾ വഴി ബാൽക്കണികളിൽ കൂട്ടിക്കെട്ടി താഴേക്ക് നൂർന്നിറങ്ങാൻ ശ്രമിക്കുന്നു. അവരിൽ ചിലരെങ്കിലും കൈവിട്ട് താഴേക്ക് വീഴുന്നു. അവരിൽപ്പെട്ട 4 പേർ മരണമടഞ്ഞത് ഈ മുകളിൽ നിന്ന് ചാടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് എന്നാണ് കുവൈറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിൽ 1-2 ആളുകൾ താഴെയുള്ള വാട്ടർ ടാങ്കുകളിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. മലയാളിയായ കാസർഗോഡുകാരൻ നളിനാക്ഷരടക്കം. അങ്ങനെയാണ് ഈ അപകടത്തിൽ കുറച്ചാളുകൾ മരിച്ചത്. പക്ഷേ ഏറിയ പങ്കും 49 പേരിൽ 40ഓളം ആളുകളും മരിച്ചത് ഈ കെട്ടിടത്തിനുള്ളിൽ പടർന്ന ഈ വിഷപ്പുക ശ്വസിച്ചുകൊണ്ടാണ്. അവരിൽ കൂടുതൽ പേരും ഗാഠനിദ്രയിലും ആണ്ടിരുന്നു. ഇനി 5ഉം 6ഉം നിലകളിൽ എന്ത് സംഭവിച്ചു എന്ന് കൂടി നമുക്ക് നോക്കാം. മൊത്തം 49 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 45 ഇന്ത്യക്കാർ, 3 ഫിലിപ്പീനികൾ, 26 മലയാളികൾ, ഇതുവരെ തിരിച്ചറിഞ്ഞത് 23 പേർ. ഞാൻ നിൽക്കുന്ന ഈ 2ാമത്തെ ഫ്ലോറിൽ നിന്നും മുകളിലേക്കുള്ള ഫ്ലോറിൽ എന്ത് സംഭവിച്ചു എന്നാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. തെക്കൻ കുവൈറ്റിലെ മങ്കാഫിലെ ബ്ലോക്ക് 4-ലുള്ള NBTC-യുടെ ലേബർ ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന 6 നില കെട്ടിടത്തിൻ്റെ 4ാം നിലയിലാണ് ഞാനിപ്പോൾ. ഇതിന് താഴെയുള്ള 3ഉം 4ഉം 5ഉം 6ഉം നിലകളിൽ എന്താണ് സംഭവിച്ചത്? ഇവിടെ നിന്നും ഉറക്കത്തിൽ പുക ശ്വസിച്ച് ഞെട്ടി ഉണർന്നവർ പരക്കം പാഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നു. താഴേക്ക് പോയാൽ തീ ആളുന്നത് കണ്ട് അവർ മുകളിലേക്ക് ടെറസിലേക്ക് പോകാൻ ശ്രമം നടത്തുന്നു. പക്ഷേ ടെറസിലെ എമർജൻസി എക്സിറ്റ് ലോക്കായിരുന്നുവെന്നാണ് കുവൈറ്റിലെ അഗ്നിശമന സേനാ വിഭാഗം പറയുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ലംഘിച്ചു എന്നാണ് ആദ്യത്തെ കണ്ടെത്തൽ. അതിലെ പ്രധാനപ്പെട്ട കാരണം ഇത്തരം കെട്ടിടങ്ങൾക്ക് വേണ്ടുന്ന എമർജൻസി എക്സിറ്റുകൾ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പലയിടങ്ങളിലും അത് മറച്ചിരുന്നുവെന്നാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എമർജൻസി എക്സിറ്റുകൾ മറ്റു പല വസ്തുക്കളും കൊണ്ട് ബ്ലോക്ക് ചെയ്തിരുന്നു. 2ാമത്തെ കാര്യം, ഈ കെട്ടിടത്തിൻ്റെ മുറികൾക്കുള്ളിൽ പാർട്ടീഷന് വേണ്ടി ഉപയോഗിച്ചിരുന്ന താൽക്കാലിക ഭിത്തി കത്തുന്ന പദാർത്ഥങ്ങൾ കൊണ്ടുള്ളതായിരുന്നു എന്നതാണ്. 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പരിധിയിൽ കൂടുതൽ താമസക്കാരെ താമസിപ്പിച്ചോ എന്നൊരാശങ്കയും നിലവിൽ കുവൈറ്റ് ഭരണാധികാരികൾ പുറപ്പെടുവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൂടേറിയപ്പോൾ തീപിടുത്തം വളരെ വ്യാപകമാകുന്നു. നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ കെട്ടിടത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ചൂട് തട്ടിയാൽ തന്നെ ഒരുപക്ഷെ ഉരുകിത്തുടങ്ങുന്ന പദാർത്ഥങ്ങളും കടുത്ത കട്ടിപ്പുക സൃഷ്ടിച്ചു എന്നതാണ്. അങ്ങനെ മുറിക്കുള്ളിൽ ഈ കാർബൺ മോണോക്സൈഡ് വിഷപ്പുക പരക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെയാണ് ഭൂരിപക്ഷം ആളുകളും പിടഞ്ഞു മരിച്ചത്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പൊള്ളലേറ്റു മരിച്ചവരെക്കാൾ കൂടുതൽ വിഷവാതകം ശ്വസിച്ചാണ് 4ഉം 5ഉം 6ഉം നിലകളിലുള്ളവർ മരണമടഞ്ഞത്. 4 പേർ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുകളിലെ ബാൽക്കണിയിൽ നിന്ന് ചാടിയപ്പോൾ വീണു മരിച്ചു. ഇതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. കെട്ടിടത്തിൻ്റെ ഉടമയായ കുവൈറ്റി സ്വദേശിയെയും ഈ സുരക്ഷാ ജീവനക്കാരനെയും നിലവിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി കുവൈറ്റി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിനെ തുടർന്ന് ഈ പരിസരത്തുള്ള മുഴുവൻ ലേബർ ക്യാമ്പുകളിലും ഇന്ന് കുവൈറ്റ് അധികൃതർ പരിശോധന നടത്തിയിരുന്നു. ഏകദേശം 23ഓളം സമാനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. അവരുടെ ലൈസൻസ് റദ്ദു ചെയ്യും എന്നാണ് മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത്. മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥരെയും ചിലരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കുവൈറ്റ് അമീർ. ഇനി നമുക്ക് അതിഥികളിലേക്ക് പോകാം. നമുക്കൊപ്പം PV അബ്ദുൽ വഹാബ് MP, രജീഷ് ലോക കേരള സഭയിലെ കുവൈറ്റ് പ്രതിനിധി, ഒപ്പം മുന്നു സിയാദ് സന്നദ്ധ പ്രവർത്തകൻ കുവൈറ്റിൽ നിന്ന്, സന്നദ്ധ പ്രവർത്തകനായ കുവൈറ്റിലെ ഷറഫ് കണ്ണേത്ത് എന്നിവർ നമുക്കൊപ്പം ചേരും. ഒപ്പം കുവൈറ്റിൽ നിന്നും ജാവേദ് ബിൽ അഹമ്മദ്, അവിടുത്തെ നേഴ്സാണ്. കൂടുതൽ വിവരങ്ങൾ, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നവരുടെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളും പ്രേക്ഷകർക്ക് നൽകും. പ്രേക്ഷകർ തുടരുക, ഇടവേളയ്ക്കു ശേഷം തുടരാം. 4th ബ്ലോക്കിലുണ്ടായ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർ പ്രവാസി മലയാളികൾക്കും നമുക്കും ഉള്ളിലൊരു പൊള്ളലായി തന്നെ അവശേഷിക്കുകയാണ്. PV അബ്ദുൽ വഹാബ് MP നമുക്കൊപ്പം
ചേരുന്നു. ഒപ്പം ലോക കേരള സഭയുടെ കുവൈറ്റ് പ്രതിനിധി രജീഷ് സിയുമുണ്ട്. ആദ്യം ശ്രീ പി വി അബ്ദുൽ വഹാബിലേക്ക്. ശ്രീ അബ്ദുൽ വഹാബ്, അങ്ങ് പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ടാകുമല്ലോ. അവിടെയുള്ള ലേബർ ക്യാമ്പുകളും ഒരുപക്ഷെ സന്ദർശിച്ചിട്ടുണ്ടാവും. ഇവിടെ നടന്നത് എന്താകും എന്നാണ് താങ്കൾ അനുമാനിക്കുന്നത്? കുവൈറ്റിൽ NBTC-യുടേതടക്കം ഒരുപാട് ലേബർ ക്യാമ്പുകളുണ്ട്. ഇവിടെയൊക്കെ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നാണ് നമ്മളുടെ പൊതുവായിട്ടുള്ള ധാരണ. കാര്യം അവിടെ നിയമങ്ങൾ വളരെ കർക്കശമാണല്ലോ. നമ്മുടെ നാട്ടിലുള്ളതുപോലെയൊന്നും ആകാനുള്ള സാധ്യതയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാതെ പോയത്? ഇങ്ങനെയാണോ പല ക്യാമ്പുകളും, ശ്രീ അബ്ദുൽ വഹാബ്? വളരെ ദൗർഭാഗ്യകരമായ, നമുക്കൊക്കെ വളരെ ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. ഇനി അതിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലേബർ ക്യാമ്പുകളിൽ വളരെ നല്ല ലേബർ ക്യാമ്പാണ് ഈ പറഞ്ഞ സ്ഥലത്തുള്ളത്. കാരണം ഒരു ബിൽഡിംഗ് 6 നില കെട്ടിടം, അതിലാകെ താമസിക്കുന്ന ഒരു ഇത്ര പേര്. ഗവൺമെൻറ് നിയമപ്രകാരം ഒരു റൂമിൽ 2 പേരേ ഉള്ളൂ എന്നുണ്ടെങ്കിലും നമ്മളൊക്കെ അനുഭവം 5ഉം 8ഉം പേരൊക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇവിടെ 3 പേരാണെന്ന് പറഞ്ഞാൽ മാക്സിമം 4 പേര്. പിന്നെ ഇവിടുന്ന് നിങ്ങളുടെ റിപ്പോർട്ടിങ്ങിലാണ് മനസ്സിലായതിൻ്റെ നമ്മൾ ക്യൂബിക്കിൾ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിച്ച സാധനങ്ങളുടെ കാര്യങ്ങളൊക്കെ. ഏതായാലും സാമാന്യം ഭേദപ്പെട്ട ലേബർ ക്യാമ്പ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു ഫ്ലാറ്റ് സമുച്ചയമാണ്. സാധാരണ ലേബർ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ടുണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്, അതുപോലെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ അത് കുവൈറ്റിൽ പ്രത്യേകം നിയമം കൊണ്ടും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടും മറ്റുള്ള സ്ഥലങ്ങളേക്കാൾ ഉപരി വളരെ നല്ല സെറ്റപ്പാണ് കുവൈറ്റിലുള്ളത്. ഇതുകൊണ്ടുണ്ടാകുന്ന വേറൊരു വിഷമം, 49 പേർ മരിച്ചു. ഇതുപോലൊരു ദാരുണമായ സംഭവം മുമ്പ് ഉണ്ടായിട്ടില്ല. മുമ്പ് ലോഞ്ച് അപകടം എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇത് ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ? ഇനി മുതൽ നിങ്ങൾക്കറിയാം, ഇനി കുവൈറ്റിൽ താമസിക്കുക, ഒരു തൊഴിലാളിയെ താമസിപ്പിക്കുക എന്നുള്ളത് അത്യന്തം ദുഷ്കരമാകും. കാരണം ഒരു റൂമിൽ ഒരാൾ 2 ആളെന്ന് പറഞ്ഞാൽ അതോട് കൂടിയിട്ട് ഇതിൻ്റെ ഫാമിലി കൊണ്ടുള്ള ബാച്ചിലറായി ജീവിക്കാനുള്ള ചുറ്റുപാടിൻ്റെ കമ്പനികൾക്ക് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവുമല്ലോ അവർക്കും. അപ്പം അതുകൊണ്ട് ഇത് വലിയ ദൂരവ്യാപകമായ ചലനങ്ങൾ സൃഷ്ടിക്കും. എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നാം തന്നെ കേരളത്തിൽ ഇതേപോലെ ധാരാളം ലേബർ ക്യാമ്പുകളുണ്ട്. അവിടെ മലയാളികളല്ല എന്ന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മളും ഗവൺമെൻറ് ഈ സമയത്ത് കണ്ണു തുറക്കണം. ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും നോർക്കയും ഞങ്ങളുടെയൊക്കെ സംഘടനയായ KMCC ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട്, ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല, ആത്മാർത്ഥമായി എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. ഈ കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാവരും, സന്നദ്ധ സംഘടനകളൊക്കെ. പക്ഷേ നമ്മൾ ഇനിയും ശ്രദ്ധിക്കേണ്ടത് ഈ മാതിരിയുള്ള സംഗതികൾ ഇനിയും ധാരാളം സ്ഥലങ്ങളുണ്ട്. നമ്മുടെ മറ്റ് കൂടുതൽ ആൾക്കാരുള്ള സ്ഥലം, കുവൈറ്റിനേക്കാളും കൂടുതൽ തൊഴിലാളികളുടെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ എംബസിയും മറ്റുള്ള കാര്യങ്ങളും ഗവൺമെൻറ് അവരുടെ നിയമപ്രകാരം നടപടികളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളെവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ എല്ലാം സംഗതികൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നാം തന്നെ പരിശോധിക്കേണ്ട ചുറ്റുപാടിന്. ശരിയാണ് ശ്രീ അബ്ദുൽ വഹാബ്. ഈ ലേബർ ക്യാമ്പിൽ വി മുരളീധരൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിരുന്നപ്പോൾ സന്ദർശിച്ചു. അവിടെ അവരുടെ ഫെസിലിറ്റി കണ്ട് തൃപ്തി ആണ് രേഖപ്പെടുത്തിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്യാമ്പിൽ ഇങ്ങനൊരു തീപിടുത്തം ഉണ്ടായില്ല. അതായത് ഭേദപ്പെട്ട ഒരു ക്യാമ്പിൽ താഴത്തെ ബേസ്മെന്റിൽ തീ ആളിപ്പടരുമ്പോൾ തന്നെ 49 പേർക്ക് മരണം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് താങ്കൾ സൂചിപ്പിച്ചതുപോലെ പെരുമ്പാവൂരിലൊക്കെ അട്ടിയായി മനുഷ്യരെ താമസിപ്പിച്ചിരിക്കുന്ന ഇടങ്ങളുണ്ട്. വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒരു തരത്തിലുമില്ല. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഗ്യാസ് സിലിണ്ടർ പൊട്ടിയാൽ ആ പ്രദേശത്തുള്ള 3-4 വീടുകൾക്കെങ്കിലും കുഴപ്പമാവുന്ന തരത്തിലാണ് അവിടെ ആളുകൾ തിങ്ങിപ്പാർക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിനും ഒരു വെളിച്ചമാകേണ്ടതാണ്. പക്ഷേ ഇത് കുവൈറ്റിൽ ഇങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മറ്റുള്ള പ്രവാസി ലോകങ്ങൾക്കിടയിൽ കുറച്ചുകൂടി തിക്കിലും തിരക്കിലുമൊക്കെ ആളുകൾ ജീവിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതൊരല്പം ആശങ്കയെ മാറുന്നില്ലേ നമുക്ക്? തീർച്ചയായും. അതാണ് ഞാൻ പറഞ്ഞത്. കുവൈറ്റിൽ ഇത്രത്തോളം നല്ലൊരു ക്യാമ്പിൽ ഇങ്ങനെ പറ്റിയെന്നുണ്ടെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലെ ക്യാമ്പുകളുടെ സ്ഥിതി എത്രയോ വ്യത്യസ്തമാണ്. നമുക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ കുവൈറ്റിലെ എബ്രഹാം സാബ് കൊടുത്തിട്ടുള്ള, അത് പ്രത്യേക ഉയർന്ന സ്ഥാനങ്ങളിലുള്ള ആൾക്കാർക്കായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. സാധാ തൊഴിലാളികളല്ല, ലേബർ ക്യാമ്പിൽ തൊഴിലാളികളല്ലത്. ഇതൊക്കെ അത്യാവശ്യം വരുമാനമുള്ള ഉദ്യോഗസ്ഥരാണ്. ആ കമ്പനിയുടെ ഒരു പ്രത്യേകത ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം. അതിൽ ഡ്രൈവർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലത്തെ സ്വദേശി ഒരു ഡ്രൈവർ ഷമീർ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേസമയം MTech കഴിഞ്ഞു പോയ അവിടുത്തെ ഒരു സീനിയർ ടെക്നീഷ്യൻ ഉണ്ട്, എഞ്ചിനീയർ ഉണ്ട്, ഒരു സ്റ്റോർ മാനേജർ ഉണ്ട്. അങ്ങനെ വിവിധ തസ്തികകളിൽ ജോലി ചെയ്യുന്നവരാണ് മരണമടഞ്ഞിരിക്കുന്നത്.
ഈ കാര്യത്തിൽ നമ്മുടെ അവിടുത്തെ ടീം, അത് എംബസി ആണെങ്കിലും കുവൈറ്റ് ഗവൺമെൻറ് വളരെ സാധാരണ ഇല്ലാത്ത രൂപത്തിലാണ് കുവൈറ്റ് ഗവൺമെൻറ് ഇമ്മീഡിയറ്റ്ലി മിനിസ്റ്റർ പോകുന്നു, മിനിസ്റ്റർ എല്ലാ ആക്ഷൻസും നേരിട്ട് നടത്തുന്നു. സാധാരണ കാണാത്തതാണ്. പക്ഷേ കുവൈറ്റിൽ ഈ കാര്യത്തിൽ വളരെ ിലേക്കൊന്ന് പോയിട്ട് വരാം. ശ്രീ അബ്ദുൽ വഹാബ് എം പി, മിനിസ്റ്റർ പറയുന്ന അനുസരിച്ച് ഇപ്പോൾ മൃതദേഹമെല്ലാം എംബാം ചെയ്ത് കഴിഞ്ഞു, പെട്ടിയിലേക്ക് മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ചാർട്ടേഡ് ഫ്ലൈറ്റിലായിരിക്കും വരിക. സാധാരണ രീതിയിൽ ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ആളുകൾ മരിക്കുമ്പോൾ ഡൽഹിയിലേക്ക് വിമാനത്തിൽ കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊച്ചിയിലേക്ക് കൊണ്ടുവരണം. കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിരിക്കുന്നത്. 49 പേരിൽ 26 പേരും മലയാളികളാണ്. 23 പേരെ സ്ഥിതി അറിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ബാക്കിയുള്ള 2 പേരുടെ കാര്യം കൂടി അല്പസമയത്തിനുള്ളിൽ സ്ഥിരീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ സാങ്കേതിക തടസ്സമൊന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ല, ഇതിൽ സാങ്കേതിക തടസ്സം ഒന്നുമില്ല. കൊച്ചിയിൽ തന്നെ കൊണ്ടുവരാം. ഈ കൊച്ചിയിലൊക്കെ തന്നെ പലപ്പോഴും ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞാൽ ശരിയാണെന്ന് എനിക്കറിയില്ല. പല മൃതദേഹങ്ങളും കൊണ്ടുവരുമ്പം നമുക്ക് താമസം ഉണ്ടായാലും എന്താണ് അറിയോ, കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ട് പോകാൻ, കൊച്ചിയിൽ നിന്ന് അവിടെയുള്ള ഓഫീസർ റിപ്പോർട്ട് പോകാനാണ് സാധാരണ താമസിക്കാറ്. പിന്നെ ഈ കാര്യത്തിലൊന്നുമില്ല. കുവൈറ്റിൽ ഇനി ഒഴിവാണെങ്കിൽ തന്നെ, ഗൾഫിലൊക്കെ ഒഴിവാണെങ്കിൽ ഈ കാര്യങ്ങൾക്കൊന്നും ഒരു ഒഴിവ് ബാധകമല്ല. അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാകും. നമ്മൾക്ക് കൊച്ചിക്ക് തന്നെ വരും, ഇന്ന് രാത്രി തന്നെ വരും. മന്ത്രി എത്തുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് മിക്കവാറും പുറപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ. ഓക്കെ, അതായത് എം പിക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച്, KMCC പ്രവർത്തകരോ ഒക്കെ നൽകുന്ന വിവരം അനുസരിച്ച് അല്പസമയത്തിനുള്ളിൽ ഈ 26 മൃതദേഹങ്ങളും എനിക്കൊരു 49 മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള വിമാനമായിരിക്കും കൊച്ചിക്ക് വരിക. ഇവിടെ നിന്ന് പിന്നീട് ഡൽഹിക്കായിരിക്കും പോകുക അല്ലേ, ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങളുമായി അല്ലേ? അല്ല, അങ്ങനെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന വിമാനമാണ് പോകണമെന്ന് എനിക്കറിയില്ല വ്യക്തമായിട്ട്. പക്ഷേ അധികം മലയാളികളുടെ കാര്യങ്ങളൊക്കെ കൊച്ചിക്ക് തന്നെ ആയിരിക്കും വരിക. അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഞങ്ങളൊക്കെ സ്വന്തം നിലക്ക്, അറിയുന്ന നിലക്ക് മറ്റു ഉദ്യോഗസ്ഥന്മാർ, ഞങ്ങളൊക്കെ പ്രസിഡന്റ് ഈ കാര്യത്തിൽ സാദിഖ് അലി ശൈബ് തങ്ങൾ വളരെ എപ്പോഴും എവരി മണിക്കൂറിൽ വിളിച്ചുകൊണ്ടിരിക്കേണ്ട പരിചയപ്പെട്ടവരും ബന്ധുക്കളും ഓഫീസർമാരൊക്കെ. അതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് എല്ലാവരും ഒന്നിച്ചാൽ ഒരു ഹെൽപ്പ് നമുക്ക് ഒരിക്കലും മറക്കാനാവാത്തതാണ്. നമ്മൾ ഈ ദുരന്തമുഖത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്നത് കൂടി ഒരു പ്രത്യേകതയാണ്. താങ്ക് യു ശ്രീ അബ്ദുൽ വഹാബ് എം പി, ഈ സമയത്ത് നമ്മളോടൊപ്പം ചേർന്നതിന് താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. നമുക്കൊപ്പം രജീഷ് സി ഉണ്ട്, ലോക കേരള സഭയുടെ കുവൈറ്റ് പ്രതിനിധിയാണ്. രജീഷ് നമസ്കാരം. വളരെ ദുഃഖസാന്ദ്രമായൊരു നിമിഷത്തിലാണ് ഞാനടക്കം നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 24 മണിക്കൂറായി ഈ വാർത്ത ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുവൈറ്റിൽ നിന്ന് അതാത് വിവരങ്ങൾ നമ്മൾ ആദ്യം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. രജീഷ്, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? കുവൈറ്റിൽ നിന്ന് ഈ മൃതദേഹങ്ങൾ അല്പസമയത്തിനുള്ളിൽ കൊച്ചിയിലേക്ക് എത്തിക്കുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. രജീഷിന് കിട്ടിയിരിക്കുന്ന അറിവ് എന്താണ്? കാര്യം ഇപ്പോൾ മിനിസ്റ്റർ പറയുന്നത് പ്രകാരം 23 മൃതദേഹങ്ങൾ എംബാം ചെയ്ത് പെട്ടിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ അത് വിമാനത്തിലേക്ക് കയറ്റി ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ തന്നെ കൊച്ചിയിൽ എത്തിയേക്കാമെന്നാണ്. അങ്ങനെ തന്നെയാണോ ശ്രീ രജീഷ്? അതെ, അങ്ങനെ തന്നെയാണ് സ്ഥിതി. എനിക്ക് കിട്ടിയിരിക്കുന്നത് വിവരം അനുസരിച്ചും അത് തന്നെയാണ്. ഇപ്പോൾ കുവൈറ്റിൽ അതിൻ്റെ എംബാം നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഇത്. കുവൈറ്റിൽ ഞാൻ താമസിക്കുന്ന ഇടത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഫ്ലാറ്റ് ഉള്ളത്. അപ്പോൾ ഇന്നലെ ഏതാണ്ട് 4 മണിക്ക് ശേഷമാണ് ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. മുമ്പ് ഡോക്ടർ ആരും സൂചിപ്പിച്ച പോലെ തന്നെ കൂടുതൽ ആളുകളും മരിക്കുവാനിടയായത് ഇതിൻ്റെ ഈ പുക ശ്വസിച്ചുകൊണ്ടാണ്. ഈ മുകളിലുള്ള ഫ്ലാറ്റുകളിലുള്ള ആളുകളാണ് കൂടുതലും മരണപ്പെട്ടിട്ടുള്ളത്. ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയം മുതൽ തന്നെ കുവൈറ്റിലെ പ്രധാനപ്പെട്ട സംഘടനകളായിട്ടുള്ള എല്ലാ സംഘടനകളും, പ്രത്യേകിച്ച് കലാ കുവൈറ്റിൻ്റെയൊക്കെ തന്നെ നേതൃത്വത്തിൽ ഇതിൻ്റെ രക്ഷാപ്രവർത്തന ഘട്ടത്തിൽ തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിക്കൊണ്ട് മുഴുവൻ ആശുപത്രികളിലും ഇതിൻ്റെ അഡ്മിറ്റായിട്ടുള്ള ആൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ തന്നെ എത്തിച്ചുകൊണ്ട് കലാ കുവൈറ്റിൻ്റെ ഒക്കെ തന്നെ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നോർക്കയുടെ ഹെൽപ്പ് ലൈൻ ഡെസ്ക് ആരംഭിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ വിവരങ്ങൾ നാട്ടിലുള്ളവർക്ക് നൽകിക്കൊണ്ടാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലാണെങ്കിൽ പോലും
വളരെ നല്ല രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഈ ഒരു വിഷയത്തിൽ ഓക്കെ, ഞാൻ വരാം ശ്രീ രജീഷ്. ഒരു നിമിഷം അങ്ങ് തുടരണം. അത് ലോക കേരള സഭയിൽ പങ്കെടുക്കാൻ കൂടി വന്നതാണ്. നാളെയാണ് അതിൻ്റെ പരിപാടികളൊക്കെ നടക്കുക. ഞാൻ അങ്ങയിലേക്കൊന്ന് തിരിച്ചു വരാം. ഇപ്പോൾ നമുക്കൊപ്പം ജാവേദ് ബിൻ അഹമ്മദ് ഉണ്ട്. അവിടുത്തെ നേഴ്സാണ്. അദ്ദേഹത്തിന് ഈ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്താണോ എന്ന് എനിക്കറിയില്ല, ഞാനൊന്ന് ചോദിക്കാം. ശ്രീ ജാവേദ്, നമസ്കാരം. അങ്ങ് ഈ ഡെഡ് ബോഡി സൂക്ഷിച്ചിരിക്കുന്ന ആശുപത്രിയിലാണോ വർക്ക് ചെയ്യുന്നത്? അവിടുന്ന് ജാവേദിന് ലഭിക്കുന്ന വിവരം എന്താണ്? എംബാം പ്രക്രിയകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞോ? ഡെഡ് ബോഡിയിലേക്ക് ഈ ഡെഡ് ബോഡി ഈ പെട്ടിയിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടോ? എപ്പോഴേക്കായിരിക്കും മൃതദേഹങ്ങൾ അവിടെ നിന്ന് വിമാനത്തിലേക്ക് കയറ്റുക? ഇവിടെ എംബാമിംഗ് നടപടികൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് മുന്നേ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോ ഏകദേശം ഒരു 48ഓളം മൃതദേഹങ്ങൾ എംബാം ചെയ്യേണ്ടതുണ്ട്. ഒരു ബീഹാറി സ്വദേശിയുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. എങ്കിലും അവരുടെ ഏകദേശം 90-98% അവരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞതായിട്ടാണ് നമുക്ക് അറിവായിട്ടുള്ളത്. ഇപ്പോ ഞാൻ നിൽക്കുന്നത് ഇവിടെ എംബാമിംഗ് നടക്കുന്ന സ്ഥലത്തു നിന്നാണ്. അവിടെ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഏകദേശം കുവൈത്ത് സമയം 8 മണിയോടുകൂടി എല്ലാ മൃതദേഹങ്ങളും എംബാം ചെയ്ത് കഴിഞ്ഞ് അതിന് ഇവിടുന്ന് നേരിട്ട് എയർപോർട്ടിലേക്ക് മാറ്റുന്ന സൗകര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം ജാവേദ് പറയുന്നതനുസരിച്ച് ഈ മൃതദേഹങ്ങൾ മൊത്തം എംബാം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കില്ലേ പാക്ക് ചെയ്യുക? പാക്കിംഗ് മീൻസ് എംബാമിംഗ് മാത്രമല്ലേ ഉള്ളൂ. ജസ്റ്റ് അവർ കഫിൻ ബോക്സിലേക്ക് ഇത് മൃതദേഹം വെച്ചിട്ട് എംബാം ചെയ്ത് എംബസി അധികൃതർ അതിൽ സീല് വെച്ചിട്ട് അത് എല്ലാ 20ഓളം ആംബുലൻസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ആംബുലൻസിൽ അവർ അത് എയർപോർട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. 8 മണിയോടുകൂടിയാണ് അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുക. എയർപോർട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതിന്റെ നടപടികൾ. അതായത് 8 മണിക്ക് കുവൈറ്റ് സമയം 8 മണിയാകുമ്പോൾ മിനിസ്റ്റർ പറഞ്ഞതിൽ നിന്നും കുറച്ച് ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നു. കുവൈറ്റ് സമയം 8 മണി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം ഏകദേശം 10 മണിയാകും അല്ലേ? 10:30. ഇന്ത്യൻ സമയം ഏകദേശം 10:30 കൂടി കുവൈറ്റിൽ നിന്ന് ഈ ഡെഡ് ബോഡീസ് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകും, എംബാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അല്ലേ? അതെ, 48ഓളം മൃതദേഹങ്ങളാണുള്ളത്. ഒരു മൃതദേഹം, ഒരു ബീഹാർ സ്വദേശിയുടെ ഒരു മൃതദേഹം തിരിച്ചറിയാനുണ്ട്. നമ്മൾ ഏറ്റവും ഒടുവിൽ ജാവേദ് ഇപ്പോൾ എല്ലാ മൃതദേഹങ്ങളും ഈ ഒരു മൃതദേഹം ഒഴികെ ബാക്കി 47 മൃതദേഹങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അല്ലേ? 48 മൃതദേഹങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ബീഹാർ സ്വദേശിയുടെ മൃതദേഹം അവര് ഒന്നുകൂടെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അവരുടെ താമസ സ്ഥലത്ത് പോയിട്ട് അതിന്റെ ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഏകദേശം എനിക്ക് അറിയാൻ സാധിച്ചത് ഏകദേശം അത് മാച്ച് ആയിട്ടുണ്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കൂടി ഇന്ന് റിലീസ് ചെയ്ത് നാട്ടിലേക്ക് അയക്കാനുള്ള സാധ്യതയും. ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 26 പേരാണോ മലയാളികൾ ഉൾപ്പെട്ടിരിക്കുന്നത്? മലയാളികള് നമുക്ക് കറക്റ്റ് പേര് വെച്ചിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്, അതുപോലെ കമ്പനി അധികൃതരിൽ നിന്ന് നമുക്ക് മനസ്സിലായത് 24ഓളം മലയാളികൾ ഉണ്ട് എന്നാണ്. അതിൽ 3ഓളം ഫിലിപ്പീനുകളും ഈ 49 പേരിലുണ്ട്. ഓക്കെ ജാവേദ് എനിക്ക് തോന്നുന്നു ആ ഹോസ്പിറ്റലിന് മുൻപിലാണുള്ളത്. ജാവേദ് കുറച്ചുകൂടി വ്യക്തമായ വിവരങ്ങൾ പ്രേക്ഷകർക്ക് നൽകി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ എത്തുമ്പോഴേക്കും മൃതദേഹങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? അതെ. ഇപ്പോൾ ഉള്ള നടപടിക്രമങ്ങൾ അനുസരിച്ച് 8 മണിയോടുകൂടി ഇവിടുന്ന് കൊണ്ടുപോയാൽ ഏകദേശം അറിയാൻ കഴിഞ്ഞത് 9 മണി 9:30 ആവുമ്പോഴത്തേക്കുള്ള ഫ്ലൈറ്റിലാണ് അവർ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് ആണെന്ന് അറിയാൻ സാധിക്കുന്നുണ്ടോ ജാവേദ്? എങ്ങനെ? കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് ആണോ അതോ ഡൽഹിക്കുള്ള ഫ്ലൈറ്റ് ആണോ ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അത് ഒരു കൺഫ്യൂഷനിലാണ് ആക്ച്വലി ഉള്ളത്. നമുക്ക് എംബസിയിൽ നിന്നും കറക്റ്റ് ഒരു വിവരം ഇതിനെ കുറിച്ചിട്ട് ലഭിച്ചിട്ടില്ല. ആദ്യം രാവിലെ മുതൽ കേട്ടത് ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത് അതല്ല കൊച്ചിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്തായാലും അതിലൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ബാക്കിയിരിക്കുകയാണ്. അത് കുവൈറ്റ് വിമാനത്തിലായിരിക്കുമോ അതോ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനത്തിലായിരിക്കുമോ? ജാവേദാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ ജാവേദ് പറയുന്നതനുസരിച്ച് ഞാൻ നമുക്കൊപ്പം അതിഥികൾ ഇനിയും തുടരുന്നുണ്ട്. നമുക്കൊപ്പം നമുക്കൊപ്പം തുടരുന്നുണ്ട്. മുന്നൂസിയാദിലേക്ക് എത്തുന്നതിന് മുൻപ് എനിക്കൊരു ഇടവേള വേണം. അപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കുവൈറ്റ് സമയം 8 മണിയാകുമ്പോൾ, അതായത് ഇന്ത്യൻ സമയം 10:30 ആകുമ്പോൾ ഈ 49 ഡെഡ് ബോഡികളും എംബാം ചെയ്ത് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകും. 9:30 കുവൈറ്റ് സമയം 9:30 അതായത് ഇന്ത്യൻ സമയം രാത്രി 12 മണിയോടുകൂടി കുവൈറ്റിൽ നിന്ന് ഈ വിമാനത്തിൽ
വിമാനത്തിൽ ഈ ഡെഡ് ബോഡികളെല്ലാം നാട്ടിലേക്ക് കൊണ്ടുവരും. കൊച്ചിയിലേക്കാണ് കൊണ്ടുവരിക എന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. നേരത്തെ ആദ്യം ഡൽഹിയിലേക്ക് കൊണ്ടുപോകാമെന്നായിരുന്നു തീരുമാനമെങ്കിലും കേരള സർക്കാരിൻ്റെ കൂടി അഭ്യർത്ഥന മാനിച്ച് കൊച്ചിയിലേക്കായിരിക്കും കൊണ്ടുവരിക എന്നാണ് അറിയേണ്ടത്. ഇനി അറിയേണ്ടത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനത്തിലാണോ അതല്ല കുവൈറ്റിലെ അമീർ നേരത്തെ പറഞ്ഞതുപോലെ തയ്യാറാക്കിയിരിക്കുന്ന വിമാനത്തിലാണോ കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്പസമയത്തിനകം നമുക്കതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കുവൈറ്റ് സമയം രാത്രി 8 മണിയോടുകൂടി, ഇന്ത്യൻ സമയം രാത്രി 10:30 ആശുപത്രിയിൽ നിന്ന് എംബാം ചെയ്ത മൃതദേഹങ്ങൾ 20ഓളം ആംബുലൻസുകളിലായി എയർപോർട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് 9:30 ഇന്ത്യൻ സമയം രാത്രി 12 മണിയോടുകൂടി കൊച്ചിയിലേക്ക് തിരിക്കും. നാളെ പുലർച്ചെ 4 മണി 5 മണിയോടുകൂടി കൊച്ചി എയർപോർട്ടിലേക്ക് ഈ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിമാനം എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ തുടരുന്നു ഒരു ചെറിയ ഇടവേളയ്ക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുവൈത്തിലെ മംഗാഫിലെ ലേബർ ക്യാമ്പിലുണ്ടായ NBTC-യുടെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിലെ പൊള്ളലേറ്റത് നമ്മുടെ ഉള്ളിലും ഒരു മുറിവുണങ്ങാത്ത പൊള്ളലായി അവശേഷിക്കുകയാണ്, ഒരു നീറ്റലായി അവശേഷിക്കുകയാണ്. നമുക്കൊപ്പം മുന്നു സിയാദ് കുവൈറ്റിൽ നിന്നും ചേരുന്നു. ഒപ്പം ജാവേദ് ബിൻ അഹമ്മദ് നേഴ്സ്, ഒപ്പം തന്നെ രജീഷും നമുക്കൊപ്പമുണ്ട്. ആദ്യം ഞാൻ മുന്നു സിയാദിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ, മുന്നു, കാര്യമായി അവിടുത്തെ വിവരങ്ങളെല്ലാം മുന്നുമാണ് ഇതുവരെയും ബ്രീഫ് ചെയ്തുകൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി വരുന്നു അല്ലേ? എന്താണ് ഏറ്റവും ഒടുവിൽ ഹോസ്പിറ്റലിൽ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം മുന്നു? ഡോക്ടർ അരുൺ കുറച്ചു മുമ്പ് സംസാരിച്ച ജാവേദ് ബിൻ ഹമീദ് പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 8:30-9 മണിയോട് കൂടി തന്നെ ഇവിടെ നിന്നും മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള പ്രത്യേകമായിട്ടുള്ള എയർ ആംബുലൻസ് ഇന്ത്യയിലേക്ക് പുറപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. ഏതാണ്ട് ഒരാളുടെ മൃതദേഹം മാത്രമേ ഇനി തിരിച്ചറിയാൻ ബാക്കിയുള്ളൂ. DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ളവ നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വിവരം കൂടി എത്രയും പെട്ടെന്ന് കിട്ടുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മൊത്തം 26 പേരാണെന്നാണ് കേൾക്കുന്നത്. ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് എത്ര പേരാണ് മലയാളികൾ മുന്നു? ഡോക്ടർ അരുൺ, നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഏതാണ്ട് 24ഓളം മലയാളികളുടെ വിവരങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏതാണ്ട് 2 പേരും കൂടി ഉണ്ട്, അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. 24ഓളം പേരുടെ ലിസ്റ്റ് മാത്രമേ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ അരുൺ. മുന്നു, പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. കുവൈറ്റ് ടൈംസിലടക്കം ചില വാർത്തകൾ ഞാൻ കണ്ടത് ഈ കെട്ടിടത്തിന് വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാണ്. എമർജൻസി എക്സിറ്റുകളടക്കം ബ്ലോക്കായി കിടക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് കേൾക്കുന്നു. അങ്ങനെ വല്ല വാർത്തയും നിങ്ങൾ കേൾക്കുന്നുണ്ടോ അവിടെ? തീർച്ചയായിട്ടും അരുൺ, ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം കെട്ടിട ഉടമസ്ഥനായിട്ടുള്ള കുവൈത്തിയും അതേപോലെ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരനും അതേപോലെ തന്നെ കമ്പനിയിൽ നിന്നുമുള്ള ഒരു പ്രവാസിയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നരഹത്യാ കുറ്റം ചുമത്തിക്കൊണ്ട് അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കമ്പനിയിലുള്ള ഉദ്യോഗസ്ഥൻ മലയാളിയാണോ മുന്നു? അതിനെക്കുറിച്ചുള്ള വിവരം നമുക്ക് പുറത്ത് വിട്ടിട്ടില്ല. ആഭ്യന്തര വകുപ്പിന്റെ നിന്നും നമുക്ക് കിട്ടിയിട്ടില്ല. 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അറിയാൻ കഴിയും. NBTC-യിലെ ഉദ്യോഗസ്ഥനെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഓക്കെ. അപ്പോൾ NBTC-യിലെ ഒരു ഉദ്യോഗസ്ഥൻ, ഈ കെട്ടിടത്തിൻ്റെ സുരക്ഷാ ജീവനക്കാരൻ, ഒപ്പം തന്നെ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ, ഈ 3 പേരെയാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ നരഹത്യാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ആളുകൾ അവരിപ്പോൾ എവിടെയാണ്? ഈ 49 പേർ മരിച്ചു, ബാക്കി 195-ൽ ബാക്കിയുള്ള ആളുകൾ ഇപ്പോൾ എവിടെയാണുള്ളത്? അവരൊക്കെ മറ്റുള്ള ഫ്ലാറ്റുകളിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ടോ? എന്താണ് അവരുടെ അവസ്ഥ മുന്നു? അരുൺ, ചെറുതും വലുതുമായിട്ടുള്ള അപകടങ്ങൾ പരിക്ക് സംഭവിച്ച ആളുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നൽകിയതിനു ശേഷം അവരെ അടുത്തുള്ള ക്യാമ്പുകളിലേക്കും അതേപോലെ തന്നെ താമസ സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള തക്കതായിട്ടുള്ള ശുശ്രൂഷകളും അതുപോലെ തന്നെ എല്ലാ സൗകര്യവും കമ്പനിയുടെ ഭാഗത്തു നിന്നും പൂർണ്ണമായിട്ടും എല്ലാ തരത്തിലുള്ള സൗകര്യവുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചു മുമ്പേ നമ്മുടെ ബഹുമാന്യനായ MP അബ്ദുൽ വഹാബ് പറഞ്ഞതുപോലെ തന്നെ സാധാരണ രീതിയിലുള്ള ഒരു ക്യാമ്പ് എന്ന രീതിയിലല്ല ഇവിടെയുള്ള NBTC-യുടെ അക്കോമഡേഷൻ കാര്യങ്ങളൊന്നും പ്രവർത്തിച്ചത്. അതിലും വ്യത്യസ്തമായിട്ട് തൊഴിലാളികൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ആവശ്യത്തിനനുസരിച്ചുമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു അക്കോമഡേഷൻ ആയിട്ടാണ് അവർ പ്രവർത്തിച്ചത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഒരു സംശയം ന്യായമായിട്ട് നമുക്കുണ്ടാവുന്നത്, അവിടെ സെൻട്രൽ കിച്ചണിൽ നിന്നാണ് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നല്ല ഭക്ഷണവുമായിരുന്നു. ഈ NBTC-യുടെ സൗകര്യങ്ങളെക്കുറിച്ച് തൊഴിലാളികൾക്ക് മതിപ്പുമായിരുന്നു എന്നാണ് വീട്ടുകാരൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത്. പക്ഷേ അവിടെ ഈ ഗ്യാസ് സിലിണ്ടറുകൾ പിന്നെ എങ്ങനെ വന്നു എന്നൊരു ചോദ്യമുണ്ട്. കാരണം അവിടെ കിച്ചൺ ഫെസിലിറ്റി ഇല്ല. പിന്നീട് എന്തിനാണ് ആ ഗ്യാസ് സിലിണ്ടറുകൾ 10-24 എണ്ണം അഗ്നിശമന സേനാ വിഭാഗം കണ്ടെത്തിയിരുന്നു ഈ കെട്ടിടത്തിൽ? അരുൺ, കുവൈറ്റ് ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, ഈ ക്യാമ്പിൽ കുറച്ചോളം ആളുകൾ മറ്റുള്ള ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്രത്തോളം ഗ്യാസ് സിലിണ്ടറുകൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.
ഓക്കെ, അതായത് NBTC-യിലെ അല്ലാത്ത മറ്റ് കമ്പനിയിലെ ചില ജീവനക്കാരും അവിടെ ഉണ്ട്. അല്ല, അങ്ങനെയല്ല. NBTC-യിൽ തന്നെ വർക്ക് ചെയ്യുന്ന കുറച്ച് വേറൊരു പ്രദേശത്ത് താമസിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു മുന്നു സിയാദ് നമുക്കൊപ്പം ചേർന്നതിന്. എന്തായാലും കൂടുതൽ അപ്ഡേഷനുകൾ മുന്നു നൽകും. ഇതുവരെ എല്ലാ വിവരങ്ങളും മുന്നുവാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേഗം ഈ കുവൈറ്റിലെ അഗ്നിബാധ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് മുന്നു സിയാദും സംഘവുമാണ്. നമുക്കൊപ്പം രജീഷ് കൂടി ചേരുന്നുണ്ട്. കുവൈറ്റിലെ നിന്നുള്ള ലോക കേരള സഭയുടെ പ്രതിനിധിയാണ് രജീഷ് സി. രജീഷ്, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ കുവൈറ്റിലെ നിങ്ങളുടെ സാംസ്കാരിക സംഘടനകളെല്ലാം ഒരുമിച്ച് നിന്നാണ് ഈ ദുരന്തത്തെ ഏറ്റെടുത്തത്, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകിയത്. എംബസി എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പാടാക്കി കഴിഞ്ഞിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി ഈ ലേബർ ക്യാമ്പുകളിൽ ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടോ ഇല്ലയോ എന്നതറിയാൻ ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവിടെ നടക്കാൻ സാധ്യതയുണ്ടോ? നേരത്തെ MP പറഞ്ഞത് ഇനി ഒരുപക്ഷെ ഈ ലേബർ ക്യാമ്പുകളിൽ കൂടുതൽ പരിശോധനകൾ നടക്കും, അത് ചിലപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സിനെ തന്നെ ചിലപ്പോൾ പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പോകുമെന്നാണ്. നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ സാധ്യതയുണ്ടോ കുവൈറ്റിൽ, രജീഷ്? തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിലുള്ള ചെക്കിംഗ് ഒക്കെ തന്നെ കുവൈറ്റിൽ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മിക്കവാറും ലേബർ ക്യാമ്പുകളൊക്കെ തന്നെ ഇപ്പം ഈ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് തന്നെ പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട്. 23 ക്യാമ്പുകൾ ലേബർ ക്യാമ്പുകളൊക്കെ തന്നെ അടച്ചുപൂട്ടാനുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. പൊതുവിൽ കുവൈറ്റിൽ ഇപ്പോൾ ഇപ്പം നമ്മൾ കോൺട്രാക്ടേഴ്സൊക്കെ ആണെങ്കിൽ പോലും അവരുടെ ലേബർ ക്യാമ്പുകൾ കൃത്യമായ ഇടവേളകളിൽ ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻസ്പെക്ഷനും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സേഫ്റ്റി മെഷേഴ്സ് എല്ലാം തന്നെ ഈ ക്യാമ്പുകൾ പാലിച്ചുകൊണ്ടാണോ പോകുന്നത് എന്നുള്ള കാര്യം ആ ക്ലയൻറ്റ് തന്നെ പലപ്പോഴായിട്ട് പീരിയോഡിക്കലി അവർ തന്നെ ചെക്കിങ് ചെയ്യുന്നുണ്ട്, ഇൻസ്പെക്ഷനൊക്കെ തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് മാത്രമേ അവിടെ ക്യാമ്പുകൾ നമുക്ക് ചെയ്യാൻ. ഓക്കെ, വ്യക്തമാണ് രജീഷ്. എന്തായാലും കൂടുതൽ നിയന്ത്രണങ്ങൾ വരും കുവൈറ്റിൽ എന്നാണ് രജീഷും പറയുന്നത്. പൊലിഞ്ഞുപോയ ജീവനുകൾക്ക് പകരം വയ്ക്കാൻ കഴിയില്ല എങ്കിലും ധനസഹായത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഇപ്പോൾ പ്രവഹിക്കുന്നുണ്ട്. യൂസഫ് അലിയുടെ വാഗ്ദാനം വന്നിരിക്കുന്നു, രവി പിള്ളയുടെ വാഗ്ദാനം വന്നിരിക്കുന്നു. കമ്പനി തന്നെ 8 ലക്ഷം രൂപ നൽകുന്നു. കേരള സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപയും ഇപ്പോൾ സഹായധനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ നേരത്തെ 2 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറെ വേദനിപ്പിക്കുന്നതാണ് ഈ വാർത്ത. ഇപ്പോഴും ആ പൊള്ളലിൻ്റെ നീറ്റിലിൽ നിന്ന് കേരളത്തിന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. സ്വപ്നങ്ങളുമായി പോയവർ ചിറകറ്റ് തിരിച്ചു വരും നാളെ പുലർച്ചയോടുകൂടി. ഇതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കുവൈറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരം.